ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ രണ്ടാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് നീക്കം ചെയ്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എടതുരുത്തി ഗ്രാമപഞ്ചായത്ത്. മതിലകം ഗ്രാമപഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം. പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കും ജില്ലകളിലെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും നൽകുന്ന അവാർഡാണ് എടതുരുത്തി മതിലകം ഗ്രാമപഞ്ചായത്തുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. 850 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ് എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് സമാഹരിച്ചത്. കയ്പമംഗലം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എടതുരുത്തി മതിലകം ഗ്രാമപഞ്ചായത്തിനും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കാളികളായവരെയും ET ടൈസൺ MLA അഭിനന്ദിച്ചു. മത്സ്യസമ്പത്തിന്റെ വികസനവും തീരസംരക്ഷണവും ലക്ഷ്യമിട്ട് കടലും കടൽത്തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശുചിത്വ സാഗരം സുന്ദരതീരം രണ്ടാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. ജില്ലയിൽ 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തിരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, സാഫ്, വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, യുവജന സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. ജൂലൈ 11 നടക്കുന്ന മത്സ്യ കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിലെ മികച്ച ജില്ലയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകൾ കൈമാറും.